സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? സൗമ്യതയുള്ളവർക്ക്, താഴ്മയുള്ളവർക്ക്, കളങ്കമുള്ളവർക്ക്. ഉത്തരം സൗമ്യതയുള്ളവർക്ക്. സങ്കീർത്തനങ്ങൾ 25:9. അടുത്ത ചോദ്യം ഇതായിരുന്നു: അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞത് ആരാണ്? അമ്മോന്യനായ തോബിയാവ്, അരാബ്യനായ ഗേരേശ്, ഹോരോബ്യനായ സൻബല്ലത്ത്. ഇതിൻ്റെ ഉത്തരം ഇതാണ്: അമ്മോന്യനായ തോബിയാവ്. നെഹമ്യാവ് 4:3. അടുത്ത ചോദ്യം ഇതായിരുന്നു: യഹോവ ആഴികളെ സംഗ്രഹിക്കുന്നത് എവിടെയാണ്? സമുദ്രങ്ങളിൽ, ഭണ്ഡാരഗ്രഹങ്ങളിൽ, നിലവറയിൽ. ഉത്തരം ഇതാണ്: ഭണ്ഡാരഗ്രഹങ്ങളിൽ. സങ്കീർത്തനങ്ങൾ 33:7. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയത് ആരാണ്? യെരുബ്ബാൽ, യോഥാം, മിദ്യാൻ. നമ്മുടെ ഉത്തരം ഇതാണ്: മിദ്യാൻ. ന്യായാധിപന്മാർ 8:28. അടുത്ത ചോദ്യം ഇതായിരുന്നു: ദൈവത്തിൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നത് എന്താണ്? ആകാശരാജ്ഞി, ആകാശ സൈന്യം, ആകാശവിധാനം. നമ്മുടെ ഉത്തരം ഇതാണ്: ആകാശവിധാനം. സങ്കീർത്തനങ്ങൾ 19:1. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതായിരുന്നു: വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ പിടിക്കുന്നത് എന്താണ്? വടി, കൊമ്പ്, വാൾ. ഉത്തരം ഇതാണ്: വടി. സഖറിയാവിൻ്റെ പ്രവചനം 8:4. അടുത്ത ചോദ്യം ഇതാണ്: ജയഘോഷയാഗങ്ങളെ അർപ്പിക്കുന്നത് എവിടെയാണ്? ബലിപീഠത്തിൽ, കൂടാരത്തിൽ, ആലയത്തിൽ. ഉത്തരം ഇതാണ്: കൂടാരത്തിൽ. സങ്കീർത്തനങ്ങൾ 27:6. അടുത്ത 8ാമത്തെ ചോദ്യം നമ്മുടെ മിസ്സായ ചോദ്യമാണ്: വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നത് ആരെയാണ്? ഇസ്രയേലിൻ്റെ ഭരണാധികാരിയെ, ഇസ്രയേലിൻ്റെ ന്യായാധിപതിയെ, ഇസ്രയേലിൻ്റെ രാജാക്കന്മാരെ. നമ്മുടെ ഉത്തരം ഇതാണ്: ഇസ്രയേലിൻ്റെ ന്യായാധിപതിയെ. മീഖ പ്രവചനം 5:1. അടുത്ത ചോദ്യം ഇതാണ്: യഹോവ തൻ്റെ നിയമം അറിയിക്കുന്നത് ആർക്കാണ്? ഭക്തന്മാർക്ക്, ഇടയന്മാർക്ക്, നീതിമാന്. ഉത്തരം: തൻ്റെ ഭക്തന്മാർക്ക്. സങ്കീർത്തനങ്ങൾ 25:14. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതായിരുന്നു: പിതാക്കന്മാർക്ക് പകരം ഇരിക്കുന്നത് ആരാണ്? പ്രഭുക്കന്മാർ, പുത്രന്മാർ, പുരോഹിതന്മാർ. ഉത്തരം ഇതാണ്: പുത്രന്മാർ. സങ്കീർത്തനങ്ങൾ 45:16. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ചത് ആരാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബിനു റോജി. അതുപോലെ തന്നെ രണ്ടാമത് ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജയ്. മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബിൻസി ജേക്കബ്. അതുപോലെ ഒരുപാട് പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ട്രയൽ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു മത്സരമല്ല. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉത്തരം അയക്കാതിരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതൊരു നമ്മുടെ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ആകുമ്പോൾ അവൻ നോക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടുപോയതാണ്. അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്കിൽ പെട്ടുപോയി. നമ്മുടെ ഈ ഉത്തരത്തിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ ചോദ്യവും ഉത്തരവും എല്ലാവരും പഠിക്കുക. ഒരുപാട് പേര് പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് ദൈവവചന പഠനത്തിനായിട്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും.